തൊടുപുഴ മുനിസിപ്പൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിലുള്ള ശുചിമുറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ദീപക് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. അനുദിനം തിരക്കേറുന്ന തൊടുപുഴ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് നഗരസഭാ കാര്യാലയവും പരിസര പ്രദേശങ്ങളും. ഇവിടെ മുനിസിപ്പൽ പാർക്കിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന ശുചിമുറി അടച്ചുപൂട്ടിയത് പൊതുജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികൾ പ്രതിഷേധം നടത്തിയത്. ശുചിമുറിക്ക് മുന്നിൽ നടത്തിയ ധർണാ സമരം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, തൊടുപുഴ നഗരം പോലെയുള്ള ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഹൈറേഞ്ച് മേഖലകളിൽ നിന്നുമൊക്കെ പതിനായിരക്കണക്കിന് ആളുകളാണ് തൊടുപുഴ പട്ടണത്തിൽ ഒരു ദിവസം കടന്നു വരുന്നത്. ഈ ആളുകൾക്ക് ഒരു അത്യാവശ്യ സമയത്ത് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ട ഒരു സൗകര്യം ഈ പട്ടണത്തിൽ ഒരുക്കിയിട്ടും അത് വേണ്ടത്ര രീതിയിൽ സംരക്ഷിക്കുന്നതിനും അതിന്റെ മെയിൻ്റനൻസ് നടത്തി അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഈ നഗരസഭ അധികൃതർക്ക് സാധിക്കുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ബാധിക്കുന്ന ശുചിമുറി സൗകര്യം പോലും ഒരുക്കുന്നതിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ പരാജയപ്പെട്ടതായി കെ ദീപക് കുറ്റപ്പെടുത്തി. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം.എച്ച്. സജീവ്, ജാഫർ ഖാൻ മുഹമ്മദ്, കെ.എസ്. ജോൺ, ടി.എൽ. അക്ബർ, കെ.ജി. സജിമാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. സീപ്പാൾ ഒരുക്കുന്ന ഒരു കിടിലൻ ഓഫർ. തൊടുപുഴയിലെ ബ്രാഞ്ചിന്റെ ഇനാഗുറേഷനോടനുബന്ധിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് 40% ഓഫറിൽ ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ഹെയർ ഫിക്സ് ചെയ്യാം.